ഹലോ ഗൈസ്, ലാലേട്ടൻ്റെ പുതിയ പ്രൊമോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ പ്രൊമോയിൽ എന്താണ്, ആദിലെ എഴുന്നേൽപ്പിച്ച് നിർത്തി. അതിന് മുമ്പായിട്ട് ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിക്കുന്നു. ബിന്നി, ലക്ഷ്മി ഇവരൊക്കെ ക്യാപ്റ്റനായിട്ട് ലക്ഷ്മി എന്തുകൊണ്ടാണ് ഏൽപ്പിച്ചത്, അപ്പോൾ അതെന്തെങ്കിലും പണി കൊടുക്കാനാണെന്ന് പണി കൊടുക്കാനായിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടെന്ന് ബിന്നി പറഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ ചോദിക്കുന്ന ഈ ഒരു പ്രൊമോയ്ക്ക് അത് ലാലേട്ടൻ ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ 3 പേരും കൂടി ഈ ഒരു ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നത്? ഇവർ പലതവണയും മൈക്കില്ലാതെയാണ് ഇവർ 3 പേരും കൂടി, ആദില, അനുമോള് ആൻഡ് നൂറ, അനുമോൾ ഇവർ 3 പേരുടെയും മൈക്കില്ലാതെ പലപ്പോഴും ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് ലൈവിൽ. അപ്പം അത് പലപ്പോഴും ബിഗ് ബോസ് തന്നെ വാൺ ചെയ്തിട്ടുണ്ട്, ഒരുമിച്ച് ഡ്രസ്സിംഗ് റൂമിലേക്ക് കയറി പോകരുതെന്ന്. ഇവർ 2 പേരും ആദിലയും നൂറയും ഒരുമിച്ച് കയറി പോകുമ്പോഴും ബാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഇവർ ഹണിമൂണിനല്ലല്ലോ അവിടെ ചെന്നത്. അതുപോലെ തന്നെ ആദിലയും അനുമോളും ഒരുമിച്ച് പലപ്പോഴും കയറി പോകും. അപ്പോൾ ഒരു രഹസ്യം പറയാനായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ അനുമോൾ നൂറയുമായിട്ട് ഒരുമിച്ച് കയറി പോകുമ്പോൾ ഇത് മൈക്കൊക്കെ മാറ്റി വെച്ചിട്ടാണ് പോണത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇന്ന് ലാലേട്ടൻ വ്യക്തമായിട്ട് പ്രൊമോയിൽ അതാണ് കാണിക്കുന്നത്, വ്യക്തമായിട്ട് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിനെക്കുറിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ അങ്ങനെ കയറി പോകുന്നത്? അപ്പം അതിന് അനുമോള് വെച്ചു, അതെപ്പോൾ കയറിപ്പോയി, അയ്യോ അങ്ങനെ നമ്മൾ കയറി പോയായിരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങോട്ട് അവരെ ചോദിച്ചപ്പം അത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, അയ്യോ അനുമോൾക്ക് അറിയത്തില്ലല്ലേ, എപ്പോഴാണ് കയറിപ്പോയതൊന്നും അനുമോൾക്ക് അറിയത്തില്ലല്ലേ, കയറി പോയിട്ടുണ്ടോ എന്നുള്ളത് അനുമോൾക്ക് ഭയങ്കര സംശയമുണ്ടോ എന്നൊക്കെ രീതിയിൽ ലാലേട്ടൻ ഭയങ്കര കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരത് കളിയാക്കിയാണ് കേട്ടതെങ്കിലും പിന്നീട് ലാലേട്ടൻ അത് സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മനസ്സിലായാൽ കൊള്ളാം. ഈ അനുമോളുടെ പാരൻസ് വീട്ടിൽ നിന്ന്, പാരൻസ് എന്ന് പറയുന്നത് അമ്മയും ഒരു ഫ്രണ്ടും ചെന്നപ്പോൾ, ഒരു ഫ്രണ്ട് ചേച്ചിയും കൂടി ചെന്ന സമയത്ത് അവർ പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിച്ച് ഈ ആദില നൂറയോടുള്ള കൂട്ടുകെട്ട് നമുക്ക് അത്യാവശ്യമാവാം. നമ്മൾ ഫ്രണ്ട്ഷിപ്പിന് നമ്മളൊന്നും പറയത്തില്ല, പക്ഷേ ആവശ്യത്തിലധികം അങ്ങ് അമിതമായിട്ടാവുമ്പോൾ അത് എങ്ങനെയാണ് അത് നമ്മുടെ ഗ്രാഫ് താഴോട്ട് പോകും. നമ്മൾ അമിതമായിട്ടുള്ള ഒരു പ്രത്യേകിച്ചും ആദില നൂറ എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻസ് ആണ്. അപ്പോൾ ഇവരോടുള്ള ഒരു കൂട്ട്, അവരുമായിട്ട് പോയിട്ട് കിടക്കുക, ഒറ്റയ്ക്ക് കിടക്കുക, കടിക്കുക, പരസ്പരം കടിക്കുക, അതേ കണക്ക് ഇവരെ ഇങ്ങനെ ഡ്രസ്സിങ് റൂമിലോട്ട് പോകുക. അപ്പോൾ എല്ലാവരും ഒരേ രീതിയിൽ അത് എടുക്കണമെന്നുമില്ല. അപ്പോൾ അങ്ങനെ അനുമോൾ അത് ചെയ്യാൻ പാടില്ല. നമ്മൾ തന്നെ നമുക്ക് അനുമോളെ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇവിടെ ഇരുന്ന് അയ്യോ കഷ്ടം, ഈ കൊച്ച് എന്തിനാണ് ഇങ്ങനെ ഇവരെ കൂടെ ഇങ്ങനെ എപ്പോഴും ഇവരെ കൂടെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇത്രയും ഒരു കൂട്ടുകെട്ട്. നമുക്ക് ഫ്രണ്ട്ഷിപ്പ് ആവാം എല്ലാവരുമായിട്ടും. അതുപോലെ തന്നെ ഒരുമിച്ച് ആദ്യകാലങ്ങളിൽ എങ്ങനെയാണ് നമ്മുടെ അനുമോൾ നിന്നത്, അതുപോലെ അനുമോൾ ആ സമയത്തെ പോലെ നിന്നായിരുന്നെങ്കിൽ അനുമോൾ ഒരിക്കലും അനുമോളെ നമ്മളിങ്ങനെ ഈ ഒരു ഇത് പറയേണ്ട ഒരു ആവശ്യകത വരുന്നില്ല അവിടെ. അപ്പോൾ ഇപ്പം തന്നെ കണ്ടില്ലേ എപ്പിസോഡിൽ ലാലേട്ടൻ തന്നെ പറയേണ്ട ഒരു ആവശ്യം വന്നില്ലേ, നിങ്ങൾ 3 പേരും എന്തിനാണ് ഒറ്റയ്ക്കല്ല, നിങ്ങൾ 3 പേരും കൂടി എന്തിനാണ് ഡ്രസ്സിംഗ് റൂമിൽ കയറുന്നത്? അത് മോശമായ ഒരു ചോദ്യമാവാം. നല്ലതായിട്ടും വരാം, ചീത്തയായിട്ടും വരാം. കാരണം 3 പേരും കൂടി എന്ന് പറഞ്ഞത് കൊണ്ട് ചിലപ്പോൾ എല്ലാവരും രഹസ്യം പറയാനാണെന്ന് വിചാരിക്കും. പക്ഷേ ഇവർ 2 പേരും കൂടി തമ്മിൽ എപ്പോഴും കയറാറുണ്ട്. അത് ബിഗ് ബോസ് വാൺ ചെയ്യാറുമുണ്ട്. എന്തിനാണ് നിങ്ങൾ 2 പേരും കൂടി എന്താണ് മൈക്കില്ലാതെ അകത്തേക്ക് കയറുന്നത് എന്തിനാണ് ചോദിച്ചിട്ടുണ്ട്. ആദിലയും നമ്മുടെ അനുമോളുമായിട്ട് പലതവണ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ നൂറയും അനുമോളുമായിട്ടും കയറിയിട്ടുണ്ട്. അപ്പോൾ അതവർ സത്യം പറഞ്ഞാൽ അവർ രഹസ്യം പറയാനായിരിക്കും. പക്ഷേ കാണുന്നവർക്ക് എല്ലാവരും അങ്ങനെ ചിന്തിക്കണമെന്നില്ല. പ്രത്യേകിച്ച് അവർ ലെസ്ബിയൻസ് ആയതുകൊണ്ടാണ്. സാധാരണ നോർമലായിട്ടുള്ള പെൺകുട്ടികളായിരുന്നു എങ്കിൽ ഇവർ 2 പേരും ആദിലയും നൂറയും നോർമലായിട്ട് നമ്മൾ നോർമൽ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന പ്രകൃതി അനുശാസിക്കുന്ന രീതിയിലുള്ള പെൺകുട്ടികളായിരുന്നുവെങ്കിൽ ആർക്കും ഒന്നും തോന്നില്ല. പക്ഷേ അവരെന്ന് പറഞ്ഞാൽ വേറൊരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവർ ലെസ്ബിയൻസ്, പെണ്ണിനോട് പ്രേമിക്കുന്ന സ്വഭാവമുള്ള 2 ആൾക്കാരാണ്. അപ്പോൾ അവർ കൂടെ നമ്മുടെ അനുമോള് കയറുമ്പോൾ പലരും ഏതെങ്കിലും രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകണ്ട എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ പറയുന്നത്. പക്ഷേ എന്തായാലും അത് ലാലേട്ടൻ, ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ലാലേട്ടൻ അത് ചോദിക്കുന്നു. ലാലേട്ടൻ അത് എപ്പിസോഡിൽ ചോദിച്ചിരിക്കുന്നു. അത് അനുമോൾക്ക് തന്നെയാണ് അത് മോശമായി വരാൻ പോകുന്നത്. അങ്ങനെ അനുമോൾ ഇനിയെങ്കിലും അത് ശ്രദ്ധിച്ച് കളിക്കണം എന്ന് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ആഗ്രഹമല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അപ്പോൾ നമ്മൾ അവിടെ പോകണില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആഗ്രഹിക്കാം അനുമോൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കണം. ഇവരുമായിട്ടുള്ളൊരു കൂട്ടുകെട്ട് കുറച്ചും കൂടി ആ ഒരു കൂട്ടുകെട്ടിൽ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കുറച്ചും കൂടി അനുമോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഇവിടെ നിന്ന് തോന്നുന്നത്. എന്തായാലും ലാലേട്ടൻ നമ്മളെപ്പോഴും പറയുന്നത് നമുക്ക് പ്രൊമോ കണ്ട് നമ്മൾ ഒന്നും വിലയിരുത്തേണ്ട. എന്നാലും ഇപ്പോൾ പ്രൊമോ കണ്ടിട്ടും ലാലേട്ടൻ പറഞ്ഞ വാക്കുകളിൽ നിന്നും മനസ്സിലായ ഒരു കാര്യമാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ലൈവിൽ പല പ്രാവശ്യവും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇവർ 3 പേരും കൂടി പല സമയത്തും മൈക്കില്ലാതെ അകത്തേക്ക് പോകുന്നതും അതുപോലെ തന്നെ 2 പേർ ഒരുമിച്ച് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവർ കപ്പിൾസ് ഒരുമിച്ച് പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറേ നേരം അന്ന് തന്നെ ആ ഒരു ബിബിയുടെ ഡാൻസ്
നടന്ന സമയത്ത് തന്നെ ഇവർ കപ്പിൾസ് ആദിലയും നൂറയും ആ ഡ്രസ്സിങ് റൂമിൽ മൈക്കില്ലാതെ പോയിട്ട് എത്രയോ നേരം കഴിഞ്ഞ് അവർ ഇറങ്ങി വന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കാണുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് അനുമോളും പെട്ട് കഴിഞ്ഞാൽ അനുമോളുടെ ഗ്രാഫ് താഴുമോ എന്നുള്ള ഒരു ഇതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. അല്ലാണ്ട് നമ്മളൊരു ഒരാളുടെയും മോശമായിട്ട് നെഗറ്റീവ് പറയുകയല്ല. അപ്പോൾ അനുമോളെ സ്നേഹിക്കുന്ന ആൾക്കാരായാലും അങ്ങനെ വിചാരിച്ചാൽ മതി. കാരണം അനുമോൾക്ക് എപ്പോഴും അനുമോൾ നല്ലതായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ലാലേട്ടൻ അതിനെക്കുറിച്ച് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാര്യം. അല്ലെങ്കിൽ ഞാനത് വിട്ട് കളഞ്ഞതാണ്. കാരണം അവർ ഫ്രണ്ട്സാണ്. അനുമോളെ സംബന്ധിച്ചോളം അനുമോൾക്ക് എപ്പോഴും ഒരു കൂട്ട് വേണം എന്നുള്ള